നമസ്കാരം, ഞാൻ ബിന്ദു ടീച്ചർ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെ മലയാള പാഠഭാഗങ്ങളുടെ വിശദീകരണങ്ങളും ചോദ്യോത്തരങ്ങളുമാണ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. 10ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പാഠപുസ്തകത്തിലെ 2ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇതിലെ 1ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ എന്തെല്ലാം, അവയുടെ സവിശേഷതകൾ അവതരിപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രകൃതിയുടെയും കാടിൻ്റെയും സുന്ദരവും അപൂർവവുമായ ദൃശ്യങ്ങളുടെ ചിത്രങ്ങളാണ് നമുക്ക് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത് പോലെ ഈ കവിതയിൽ കാണാൻ കഴിയുന്നത്. അതായത് പെറ്റുവീണ കാട്ടാന കുഞ്ഞ്, മീനുകൾ വീട്ടുതിണ്ണ കെട്ടുന്ന ദൃശ്യം, പൂത്തുവിടർന്ന കാട്ട ഓർക്കിഡുകൾ തന്നെ അണിയുന്നതിനായി സുന്ദരികളെ കാത്തിരിക്കുന്നത്, അതിൻ്റെ മനോഹാരിത, മൂക്കുത്തി കൊതിച്ച് നീന്തി തുടിക്കുന്ന കല്ലുന്തി മീനുകളുടെ കാഴ്ച, ഇതൊക്കെ കാടിൻ്റെ ഒരു ജൈവിക സമ്പത്തിനെയാണ് അടയാളപ്പെടുത്തുന്നത്. അതുപോലെ കല്ലുകൾ ഒഴുകി ഒഴുകി ഉരസി ഉരസി വാർദ്ധക്യം ബാധിച്ച നരസിപ്പുഴ, പൊൻകുഴി പുഴയുടെ കാട്ടിലേക്കുള്ള പൊന്നും കൊണ്ടുള്ള പോക്ക്, കാറ്റിലാടി ഇളകുന്ന കൈതപ്പൂവ്, വലയിൽ കുടുങ്ങാതെ പുല്ലിൽ കുടുങ്ങുന്ന കാട്ടുമുയൽ, കാറ്റിലാടി ഇളകുന്ന കൈതപ്പൂവ്, പുഴ വെട്ടി നീന്തി തുടിക്കുന്ന വാളമീൻ, കര വെട്ടിച്ചാടുന്ന ഏട്ടക്കൂരി, ഇതെല്ലാം കാടിൻ്റെ തനിമയും അതിനോട് ചേർന്ന് നിൽക്കുന്ന ജീവിതത്തെയും ചിത്രീകരിക്കുന്ന വാങ്മയ ചിത്രങ്ങളാണ്. അതുപോലെ മല ഇടിച്ചു നിരത്താനായിട്ട് പാറ പൊട്ടിക്കുമ്പോൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന വെളുത്ത പുക, അത് കവി വ്യക്തമാക്കുന്നത് യഥാർത്ഥത്തിൽ ആ പ്രകൃതി വിഭവങ്ങളിലേക്കുള്ള കടന്നുകയറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ആ ക്രൂരമുഖമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രകൃതിയുടെ സൗന്ദര്യവും കാടിൻ്റെ മക്കളുടെ അതിജീവനവും വളരെ ഭംഗിയായിട്ട് ഈ കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അടുത്ത ചോദ്യം, കവിതയിലെ ഗോത്രഭാഷാ പദങ്ങൾക്ക് തുല്യമായ പ്രാദേശിക പദങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങൾ തീർച്ചയായും ഈ കവിത, ആ ഗോത്രഭാഷയിൽ എഴുതിയിരിക്കുന്ന കവിത പല ആവർത്തി വായിക്കണം. അതുപോലെ മൊഴിമാറ്റം നടത്തി നൽകിയിരിക്കുന്ന മലയാള കവിതയും വായിക്കണം. അത് തീർച്ചയായും നമുക്ക് ധാരാളം പദങ്ങൾ, സമാനമായ പ്രാദേശിക പദങ്ങൾ, ഗോത്രഭാഷാ പദവും പ്രാദേശിക പദവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. കെത്തളു എന്നതിനുള്ള ആ ഗോത്രഭാഷാ പദത്തിനുള്ള പ്രാദേശിക പദം എന്ന് പറയുന്നത് ഏട്ടക്കൂരി എന്നുള്ളതാണ്. കാണി എന്ന് പറഞ്ഞാൽ ഇല്ല, മരബാവു മരവാഴ, ബലെ മല, വെളുത്ത വെളുത്ത, ചാന്തു ചന്തം, ഇതൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കുത്തിവീണ കല്ലുകളെല്ലാം വെളുത്ത ചോര കക്കുന്നു. കവിയുടെ വേദനയിൽ സമത്വബോധത്തിന്റെ വിശാല തലങ്ങൾ കണ്ടെത്താനാവുമോ? ചർച്ച ചെയ്യുക. നമ്മുടെ യൂണിറ്റിൽ തന്നെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ട കാര്യം, എല്ലാ മനുഷ്യരും ഒരേപോലെയാണ്, സമന്മാരാണ്, അവർക്ക് തുല്യ നീതിയും തുല്യ അവകാശവും എല്ലാം ഉണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട്. എന്നാൽ ചിലർക്ക് ചില സമയത്ത് അത് എത്തിപ്പെടുന്നില്ല. ഈ സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും ഒന്നും എല്ലാവരിലും എത്തുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ നമ്മൾ ഈ പാഠത്തിലേക്ക് കടക്കുമ്പോൾ കച്ചവട കണ്ണുള്ള ആധുനിക മനുഷ്യൻ ഈ ഗോത്രവർഗത്തിനെ പോലും, അല്ലെ ആദിവാസി വർഗം, അടിസ്ഥാന വർഗം എന്നൊക്കെ നമ്മൾ പറയുന്ന ആദിവാസി ഗോത്രത്തിനെ പോലും വെറുതെ വിടുന്നില്ല എന്നുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരുടെ കണ്ണും കരളുമായ കുന്നും മലകളും ഒക്കെ നമ്മൾ ചൂഴ്ന്നെടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ അപ്പോൾ തെളിയുന്നത് എന്താണ്? ചോരയല്ല, വെളുത്ത പുകയാണ് എന്നാണ് കവി പറയുന്നത്. യന്ത്രങ്ങൾ കുത്തിപ്പിളർക്കുമ്പോൾ പാറക്കൂട്ടങ്ങളിൽ നിന്ന് ഉയരുന്ന ആ വെളുത്ത പുകയാണ് ചോരയായിട്ട് കവി കാണുന്നത്, വെളുത്ത ചോരയായിട്ട് കൽപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പാറയൊക്കെ പൊട്ടി വെള്ളം പ്രവഹിക്കുമ്പോൾ ഒരു പുക പോലെയാണ് വെളുത്ത നദി, അല്ലെങ്കിൽ ആ വെള്ളം പാറയിൽ നിന്ന് ഒഴുകി വീഴുന്നത്. അങ്ങനെ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ ഈ മനുഷ്യന്റെ കടന്നുകയറ്റവും ചൂഷണവും മൂലമാണ് എന്നുള്ളതാണ്. ഈ അധിനിവേശങ്ങളാണ് നമുക്ക് തന്നെ പരിചിതമായ ഈ പ്രളയവും ദുരന്തങ്ങളും ഒക്കെ പലപ്പോഴും ഉണ്ടാക്കുന്നത്. ഇതൊക്കെ പ്രകൃതിയുടെ നാശത്തിലേക്കാണ് ചെന്നെത്തുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ അങ്ങനെ ആ ഗോത്രവർഗ ജീവിതം എത്രത്തോളം വേദനിക്കുന്നു, അവരുടെ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്നത് എത്രത്തോളം അവരെ വേദനിപ്പിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് അറിയാം, നമ്മളും അവരും തുല്യരാണ്. അവർക്ക് ഇതെല്ലാം അവരും അനുഭവിക്കാൻ തുല്യമായി അവർ ഈ വിഭവങ്ങളൊക്കെയും അവർക്കും കൂടെ അനുഭവിക്കാനുള്ളതാണ് എന്നൊരു സൂചനയും കൂടിയാണ് നമുക്ക് ഈ വരികളിലൂടെ ഒക്കെ കവി നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത്.
ആദിമ ജനത എന്ന് പറയുന്നത് അവര് ഈ അധിനിവേശത്തിന്റെ കടന്നുകയറ്റത്തിന്റെ ദുരന്തം അനുഭവിക്കാനുള്ള ഒരു വർഗമല്ല എന്നൊരു തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. നമ്മുടെ കാടും ഗോത്രജനതയും പൊതുസമൂഹത്തിനൊപ്പം ചേരേണ്ടവരാണ്. അവരെ മാറ്റി നിർത്തേണ്ടവരല്ല, പാർശ്വവൽക്കരിക്കപ്പെടേണ്ടവരല്ല. അവരുടെ ഏത് ദുരിതവും നമ്മുടേതായിട്ട് നമ്മൾ കാണണം. അങ്ങനെ കാണുന്ന ഒരു കവിയാണ് നമുക്ക് ഈ വരികളിൽ കാണാൻ സാധിക്കുന്നത്. 7 മലകൾ ചാടിയിട്ടും 7 പുഴകൾ കടന്നിട്ടും ഏട്ടക്കൂരി തിരിച്ചിറങ്ങി ഊത്തക്കാലത്തും രക്ഷയില്ല. അടുത്ത ചോദ്യം ഇതാണ്: പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ അതിജീവനത്തിന്റെ പ്രതീകാത്മകമായ ചിത്രീകരണമാണോ കാവ്യഭാഗത്തിനുള്ളത്? നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ചോദ്യം. മനുഷ്യരെല്ലാം തുല്യരാണെന്ന സാമൂഹിക അവസ്ഥ ഇന്നും പുലർന്നു കാണാത്ത നമ്മുടെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനത അവരുടെ ജീവനത്തിനായി പൊരുതുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഏട്ടക്കൂരി എന്ന് പറയുന്ന, അല്ലെങ്കിൽ കെത്തളു എന്ന് പറയുന്ന കവിതയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഏട്ടക്കൂരി ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിന്റെ ഒരു പ്രതീകമായിട്ട് നമുക്ക് കാണാം. 7 മലകൾ ചാടി 7 പുഴകൾ നീന്തി, എന്നിട്ടും അതിന് പ്രജനനകാലം പോലും സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു നിസ്സഹായാവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരിടത്തും സംരക്ഷണം ലഭിക്കാതെ ആ ഏട്ടക്കൂരി തിരിച്ചിറങ്ങുന്ന കാഴ്ചയാണല്ലോ നമ്മുടെ കവിതയുടെ അവസാനം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ പ്രജനന കാലത്ത് പോലും കുത്തിവീഴ്ത്തിയും വലവീശി പിടിച്ചുമൊക്കെ മനുഷ്യൻ അവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, അവന്റെ താല്പര്യത്തിന് വേണ്ടി ആഹാരമായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നു. ഈ കാലത്ത് തലമുറയെ നിലനിർത്തുന്നതിന് പോലും പോരാട്ടം നടത്തേണ്ടി വരുന്ന ഏട്ടക്കൂരി, അത് ഈ ആദിമ ജനതയുടെ പ്രതീകം തന്നെയാണ്. അവരുടെ നിലനിൽപ്പിനും അതിജീവനത്തിനും വേണ്ടി അവർ നിരന്തരം പ്രയത്നിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം. അവരെല്ലായ്പ്പോഴും അരികുവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗമായിട്ട് തന്നെ നിലനിന്ന് പോരുകയാണ്. അതിന് തീർച്ചയായും ഒരു മാറ്റം വരേണ്ടതുണ്ട്, അല്ലെ? മേലാളന്മാർക്ക് മാത്രം അവർക്ക് ആയി പണിയെടുക്കുന്ന ഒരു വിഭാഗമായിട്ട് ആ ആദിവാസി വിഭാഗത്തിനെ നമ്മൾ ഒരിക്കലും കാണാൻ പാടില്ല. അവർക്ക് മാറ്റം വരണം. അതിനെ അവർ തോൽപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾക്ക് വേണ്ടി ബാക്കിയുള്ളവരുടെയും കൂടെ സഹായം അവിടെ ഉണ്ടാവണം എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം. അങ്ങനെയാണ് മാനവ ചരിത്രം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനെയും അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്ത് മനുഷ്യനുണ്ട്. അടുത്ത ചോദ്യം: കന്നാരമ്പുഴയിലെ കല്ലുകൾ ഉരസി ഉരസി നരസിക്കു നര വീണു. വരികളിലെ കാവ്യഭംഗിക്ക് കാരണമാകുന്ന ഘടകങ്ങൾ എന്തെല്ലാം? വിവരിക്കുക എന്നാണ് പറയുന്നത്. കന്നാരമ്പുഴയിലെ കല്ലുകൾ ഉരസി ഉരസി നരസിക്കു നര വീണു എന്ന് പറയുന്നിടത്ത് വളരെ മനോഹരമായ ഒരു കൽപ്പന, ഒരു ഭാവന നമുക്ക് കവിയുടെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം, കാലത്തിന്റെ പ്രവാഹത്തിലൂടെ കാലം മുന്നോട്ട് പോകുമ്പോൾ നദിക്കും നര വീണു തുടങ്ങുന്നു എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്, അല്ലെ? എല്ലാം മാറ്റത്തിന് വിധേയമാണ്. പ്രകൃതി പോലും മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഒന്നും അങ്ങനെ തന്നെ എന്ന് നിലനിൽക്കുന്നില്ല. അതിനും പ്രായമാകും. മനുഷ്യന് എന്നതുപോലെ പ്രകൃതിക്കും, അല്ലെങ്കിൽ പ്രകൃതിയിലെ എല്ലാത്തിനും പ്രായമാകുന്നുണ്ട്. ഇവിടെ നദിയിലെ കല്ലുകൾ പരസ്പരം ഉരസിയാണല്ലോ അത് ചെറിയ പാറക്കല്ലുകളൊക്കെ ഉണ്ടാവുന്നത്, അല്ലെ? പരസ്പരം കാലങ്ങൾ എടുത്തിട്ടാണ് ആ പാറക്കല്ലുകൾ, അല്ലെ ഉരുളൻ പാറക്കല്ലുകളായിട്ട് അവ മാറുന്നത്. ഇങ്ങനെ കാലം മുന്നോട്ട് പോകുമ്പോൾ എന്താണ്, എവിടെയാണോ ആ പാറക്കല്ലുകൾ ഉള്ളത് ആ നദിക്കും പ്രായമാകുന്നു എന്നൊരു മനോഹരമായ ഒരു കാവ്യ കൽപ്പനയാണ് കവി ഇവിടെ നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ നരസിക്കും ഉരസി നരസി എന്നൊക്കെയുള്ള ഇടത്ത് ഒരു ശബ്ദഭംഗിയും കൂടി, ഈ വാക്കുകൾ ആവർത്തിച്ച് ഒരുപോലെയുള്ള അക്ഷരങ്ങൾ ആവർത്തിച്ച് വരുന്നതിൻ്റെ ഒരു ശബ്ദഭംഗിയും കൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിന് അനുപ്രാസം എന്നൊരു അലങ്കാരം എന്ന് നമുക്ക് പറയാമല്ലോ. ഇങ്ങനെ ഒരു വരിയിലോ ഒന്നിലധികം വരിയിലോ വ്യഞ്ജനാക്ഷരങ്ങൾ ആവർത്തിച്ച് വരുന്ന ഒരു അനുപ്രാസ എന്ന ശബ്ദാലങ്കാരത്തിന്റെ ഒരു സൗന്ദര്യവും കൂടി ഈ കാവ്യഭംഗിയോടൊപ്പം ഈ വരികൾക്ക് കൈവരുന്നുണ്ട് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഇതാണ് ഈ ചോദ്യത്തിന് ഉത്തരമായിട്ടുള്ളത്. കേരളത്തിൽ അനവധി ഗോത്രഭാഷകൾ ഉള്ളതിൽ ഒന്നിലാണ് നാം പരിചയപ്പെട്ട കെത്തളു എന്ന കവിത രചിച്ചിട്ടുള്ളത്. അതുപോലെ മറ്റു ഗോത്രഭാഷകളിൽ നിന്ന് ലഭ്യമാകുന്ന രചനകളും വാമൊഴിപ്പാട്ടുകളും ശേഖരിച്ച് പാരമ്പര്യവാദ്യങ്ങളും സംഗീതോപകരണങ്ങളും പ്രയോജനപ്പെടുത്തി പാട്ടരങ്ങ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ശേഖരിച്ചവ പതിപ്പാക്കുകയും വേണം. അത് നിങ്ങളെ ക്ലാസ് മുറികളിൽ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ കവിതകൾ ഗോത്രഭാഷകളിൽ നിന്ന് ലഭ്യമാകുന്ന വാമൊഴികളായിട്ടുള്ള പാട്ടുകളും ഒക്കെ ശേഖരിച്ച് പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ ആധുനിക സജ്ജീകരണങ്ങളല്ല, പരമ്പരാഗത വാദ്യോപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് അതിന് കഴിവുള്ളവരെ കണ്ടെത്തി അത്
നിങ്ങളുടെ ക്ലാസ് മുറികളിൽ എല്ലാവരോടുമൊപ്പം എല്ലാ കുട്ടികളും കൂടെ ചേർന്ന് ഒരു പാട്ടരങ്ങ് സംഘടിപ്പിക്കുക. എന്നിട്ട് ആ ശേഖരിച്ച പാട്ടുകളൊക്കെ ഒരു പതിപ്പായിട്ട് പ്രസിദ്ധീകരിക്കുക എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, പരിസ്ഥിതി പ്രമേയമായ കവിതകൾ കോർത്തിണക്കി ഓഡിയോ ആൽബം നിർമ്മിക്കുക, സ്കൂളുകളിലെ റെക്കോർഡിംഗ് IT സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ധാരാളം പരിസ്ഥിതി പ്രമേയമായ കവിതകൾ, ഗോത്രഭാഷാ കവിതകൾ മാത്രമല്ല, പരിസ്ഥിതി കവിതകൾ ധാരാളമായിട്ടുണ്ട്. നമുക്ക് അറിയാം, കാട് എന്നുള്ള കവിത, അല്ലെങ്കിൽ അതുപോലെ മുത്തച്ഛൻ മാവ് എന്ന കവിത, ഇങ്ങനെയൊക്കെയുള്ള ONV കുറുപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത, ഇങ്ങനെ ധാരാളം കവിതകൾ നമുക്ക് പരിസ്ഥിതി കവിതകൾ എന്ന പട്ടികയിൽപ്പെടുന്നതായിട്ടുള്ള ധാരാളം കവിതകളുണ്ട്. ഇനിയും ധാരാളം കവിതകളുണ്ട്. ഇവയൊക്കെ ഒന്ന് കോർത്തിണക്കിക്കൊണ്ട് ഒരു ഓഡിയോ ആൽബം നിർമ്മിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് സ്കൂളിലെ റെക്കോർഡിംഗ് സംവിധാനവും IT സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടി ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ തക്കവണ്ണം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് സംവിധാനം ചെയ്യാനാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.